ഓക്കെ, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡിൻ്റെ വീക്കിലി അനലൈസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗോൾഡ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ ഒരു ചെറിയ ഇത് എന്ന് പറഞ്ഞിട്ട്. സോ ഗോൾഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ഇട്ട പോലെ തന്നെ മാർക്കറ്റ് കയറുന്നുണ്ട്. നിങ്ങളിത് ഇന്നലത്തെ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും. ഇന്നലത്തെ വീഡിയോ ശ്രദ്ധിച്ച അധികം പേര് ഇട്ടിട്ടും ഉണ്ടാവും. ഓക്കെ, സോ ഈ ട്രേഡ് ഇടാനുള്ള കാരണം നമുക്ക് ഇവിടെ ഒരു ബോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വിക്ഡ് ബോസ് കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ലിക്വിഡിറ്റി കവർ ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങി. ഓക്കെ, മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ഒരു എന്താണ് 4 ഹവറിലൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. സോ 4 ഹവറിലെ ലാസ്റ്റ് സ്വിങ് ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ഇവിടെ നിന്നാണ് ഒരു റഷ് കിട്ടിയിട്ടുള്ളത്. സോ ആ ഒരു ലെവലിൽ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് തിരിച്ച് കയറാൻ തുടങ്ങി. തിരിച്ച് കയറി റീടെസ്റ്റ് അടിച്ചിട്ട് കയറിപ്പോയി. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ 1 ഹവർക്ക് തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്ത്, മാർക്കറ്റ് കയറിപ്പോയത്. സോ നമ്മൾ 1 ഡേയിൽ തുടങ്ങുകയാണ്. സോ ഈ വീക്കിലി അനലൈസിൽ 1 ഡേയിൽ തുടങ്ങാൻ പോവാണ്. സോ മാർക്കറ്റ് ഓൾവേസ് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, സോ വലിയൊരു ബോസ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വലിയൊരു ബോസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നീട്ടി വരക്കാം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് ആണ്. ഓർഡർ ബ്ലോക്ക് FEG ഒന്നും ഇവിടെ കാണാനില്ല. ഓക്കെ, FEG ഇവിടെയുണ്ട്. മാർക്കറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഇനി ഡൗൺ ട്രെൻഡ് ആവാം വീക്കിലിയിൽ. ഓക്കെ, ചെറുതായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഡൗൺ ട്രെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെയും ഒരു ബോസ് കിടക്കുന്നുണ്ട്, ഒരു ഇന്റേണൽ ബോസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനം ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഇന്റേണൽ ബോസ് ഉണ്ട് ഇവിടെ. സോ മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് തിരിച്ചെത്തിയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും മാർക്കറ്റ് ഇവിടേക്ക് എത്തും. നമ്മൾ വീക്കിലി പെർസ്പെക്റ്റീവിലാട്ടാ പറയുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി എല്ലാത്തിലും അപ് ട്രെൻഡ് തന്നെയാണ്, ഡൗൺ ട്രെൻഡ് ഒന്നും ആയിട്ടില്ല ഇതുവരെ. എല്ലാത്തിലും നമ്മൾ അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, സോ ഗോൾഡ് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ബോസ് ക്രിയേറ്റ് ആവാനുള്ള പോക്കാണ് ഇപ്പോൾ ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു 4 കറൻസി എടുത്തിട്ട് 4 കറൻസിൻ്റെ വീക്കിലി അനലൈസ്, നിങ്ങൾ പറയുന്ന കറൻസിൻ്റെ വീക്കിലി അനലൈസ് നമ്മൾ വീഡിയോ ആക്കി ഇട്ടിടും. ഓക്കെ, സോ എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനത്തെ ഒരു 4 വീഡിയോസ് ഉണ്ടാവും നമ്മൾ വീക്കിലി അനലൈസ് ആയിട്ട് ഇടുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള കറൻസീസ്, ബിറ്റ്കോയിൻ ആയിക്കോട്ടെ, ഏത് കറൻസി, ബിറ്റ്കോയിൻ കറൻസിയിൽ പോയിട്ടില്ല, കറൻസീസോ ക്രിപ്റ്റോയോ അതേപോലെ കമോഡിറ്റിയോ ഏതായാലും നമ്മൾ ഇടും. സോ നിങ്ങൾക്ക് ഏതാ വെച്ചാൽ താല്പര്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്ക് വന്ന് പറയരുത്, സ്റ്റോക്ക് ഞാൻ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഇടാം. ഓക്കെ, സോ ഇനി ഫാൻസിനുള്ളതാണ്, അതായത് സബ്സ്ക്രൈബ് ഫാമിലിക്കുള്ളതാണ്. എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ മാനിക്കുക, എല്ലാ വീഡിയോസും നമ്മൾ ഇടും. ഓക്കെ, സോ നമ്മൾ ഇപ്പോഴത്തെ ഗോൾഡ് മൂവ്മെൻറ്റം മുകളിലോട്ട് തന്നെയാണ്. ഗോൾഡിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇത് ഓൾറെഡി അപ് ട്രെൻഡ് ആണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഇത് എടുത്തിട്ട് ഇനി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുള്ളൂ. ഇവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവില്ല. സോ അടുത്ത ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ആവും. FEG ഇവിടെ ഉണ്ട് ഓൾറെഡി. ഓക്കെ, സോ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് നിങ്ങൾ ഇടുക. ഓക്കെ, നിങ്ങൾക്ക് ഏതിൻ്റെ വീക്കിലി അനലൈസ് ആണോ വേണ്ടത് അതിൻ്റെ നമ്മൾ വീക്കിലി അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇടുന്നതാണ്. സോ നിങ്ങൾ ഏതാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, ഒരു 4 എണ്ണം നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്യും. 4 എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ വീഡിയോ അങ്ങനെ വലിച്ചു വാരി ഇടാൻ പറ്റില്ല. സോ 4 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഇതാക്കി ഇടും കേട്ടോ. സോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗോൾഡ് ഓൾറെഡി അപ് ട്രെൻഡ് ആണ്, ഗോൾഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വീക്ക് മൊത്തം എന്തായാലും ഗോൾഡ് അപ്പ് സൈഡ് തന്നെ ആവാനാണ് ചാൻസ്. സോ ഡൗൺ സൈഡ് ആവാൻ ചാൻസ് ഇല്ല, കാരണം ഗോൾഡിൻ്റെ വില ഇനിയും കൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഒരു $3000 വരെ ടച്ച് ചെയ്യാനുള്ള ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് ആഴ്ചയുടെ ഉള്ളിൽ 3000 വരെ ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഗോൾഡ് ഏകദേശം ഈ ഒരു റേഞ്ച് വരെ കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ.
നമുക്ക് കണ്ടന്റ് അറിയണം എങ്ങനെ കാര്യങ്ങൾ പോകുന്നതെന്ന്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീക്ക്ലി അനലൈസിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. സോ യൂറോ USDൻ്റെയും അതേപോലെ തന്നെ USD JPYൻ്റെയും GBPൻ്റെ ഒക്കെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ വരും, ഇന്ന് തന്നെ വരും. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് യൂറോ, ബിറ്റ്കോയിൻ, ഗോൾഡ്, പിന്നെ USD JPY അല്ലെങ്കിൽ GBP JPY, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന്. ഓക്കെ, നമ്മൾ 4 വീഡിയോസാണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത്. സോ ഈ വീഡിയോ ഇപ്പം തന്നെ വരും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും